നിങ്ങൾ പഴയ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഓ, പഴയ സൈക്കിൾ ഹബ്ബ് ബുള്ളറ്റാണോ? പുറകിലത്തെ ടയർ പഞ്ചറായ പണിയാ കേട്ടോ. ഹലോ ആൻഡ് വെൽക്കം ടു ബോസ് ഗറാജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ, അതായത് നമ്മൾ സൈക്കിൾ ഹബ്ബ് എന്ന് വിളിക്കുന്ന ഓൾഡ് മോഡൽ ഹബ്ബുള്ള ബുള്ളറ്റിൻ്റെ പുറകിലത്തെ ടയർ എങ്ങനെ അഴിക്കാം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. പൊതുവേ ഉള്ളൊരു ധാരണ ഇത് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. അതെ, ഇപ്പോൾ പുതിയ ബൈക്കുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര എളുപ്പമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. 1, 2, 3 എക്സ്ട്രാ സ്റ്റെപ്പ് കാണുമായിരിക്കും. അതെ, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ സമയം എടുക്കും. പക്ഷേ ഒരാൾക്ക് ഒറ്റയ്ക്ക് അഴിക്കാവുന്ന രീതിയിൽ തന്നെയാണിത് റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശരിക്കും ഒരുപാട് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾ ഒരുപാട് ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ കൂടെ വരുന്ന ഒറിജിനൽ ടൂൾ കിറ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്ലഗ് സ്പാനർ വരെ യൂസ് ചെയ്ത് എല്ലാം അഴിക്കാൻ സാധിക്കും. തീർച്ചയായും അത്രയും സിമ്പിളായിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബുള്ളറ്റിൻ്റെയെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പല ബ്രിട്ടീഷ് ബൈക്കുകളുടെയും റിയർ മഡ് ഗാർഡ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 മെറ്റൽ സ്റ്റൈലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് അന്ന് അവർ പറയുന്നത് തന്നെ ക്വിക്ക്ലി ഡിറ്റാച്ചബിൾ ടൈപ്പ്, അതായത് പെട്ടെന്ന് തന്നെ മഡ് ഗാർഡ് ഊരിയെടുക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. സീറ്റ് അഴിക്കണമെന്ന് മാത്രം. അതാണ് ഇവിടെ എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട ജോലി. സീറ്റ് അഴിച്ചു കഴിഞ്ഞ് 4 നട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിറ്റാച്ച് ചെയ്യാം. പക്ഷേ ഡിറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാറിന്റെ ബോണറ്റ് തുറക്കുന്ന പോലെ നമുക്ക് തുറന്നു വെക്കാം. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ പകുതി തലവേദന അവിടെ തീർന്നു. അപ്പോൾ അതാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അത് ശരിക്കും ബുള്ളറ്റിൻ്റെ പഴയ ഓണേഴ്സ് മാനുവലിൽ, അതായത് ഈ ഹബ്ബ് മാറുന്നത് എനിക്ക് തോന്നുന്നു 82-83 സമയത്താണ് പുതിയ മോഡൽ ഹബ്ബിലേക്ക് മാറുന്നത്. അതിന് മുമ്പുള്ള ഓണേഴ്സ് മാനുവലിലെല്ലാം ഈ പ്രൊസീജിയർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പലരും അത് ഫോളോ ചെയ്യാറില്ല. ഇപ്പോഴത്തെ പുതിയ ക്ലാസിക്, ഇപ്പോഴത്തെ അല്ല, ബുള്ളറ്റ് ഇറങ്ങിയ അതിന് വരെ സെയിം പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഓണേഴ്സ് മാനുവൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വണ്ടി ടിൽറ്റ് ചെയ്യാനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതാണ് എളുപ്പം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ചരിക്കാനൊന്നും ഒരാളുടെ വണ്ടി ചരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ മഡ് ഗാർഡ് ഒക്കെ കഴുകുവാണെങ്കിലും വെരി ഈസി. മഡ് ഗാർഡ് കഴുകാൻ, ടയർ വൃത്തിയായിട്ട് കഴുകാം. ഇതെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. എല്ലാം എളുപ്പമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. വീഡിയോയ്ക്കിടയിൽ ഞങ്ങൾ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. എല്ലാം വെരി സിമ്പിളാണ്. വെരി സിമ്പിൾ. അതെ. അപ്പോൾ എങ്ങനെ റിമൂവ് ചെയ്യാം, എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് ഞങ്ങൾ ഈസി ആയിട്ട് കാണിച്ചു തരാം. പലപ്പോഴും ടയർ പഞ്ചറായി കഴിയുമ്പോൾ മൊബൈൽ പഞ്ചർ റിപ്പയർ നടത്തുന്നവർ പോലും പഴയ ബുള്ളറ്റാണോ, ഞങ്ങൾ വരത്തില്ല. ആദ്യമേ ചോദിക്കുന്ന ഏത് ടൈപ്പ് ബുള്ളറ്റാണ്. അതെ, പഴയ ബുള്ളറ്റാന്ന് കേട്ടാൽ ഞങ്ങൾ വരത്തില്ല, തീർന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പങ്ക്ചർ വന്നാൽ എങ്ങനെ പങ്ക്ചർ ഒട്ടിക്കണം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതല്ലേ ഇപ്പോൾ ഒരുപാട് മൊബൈൽ പങ്ക്ചർ ഒട്ടിക്കുന്ന മൊബൈൽ അവരെ കൊണ്ട് പറ്റും. അപ്പോൾ അവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഇനിയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ വീട്ടിൽ വെച്ച് ഒരു തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ടൂൾസ് ബോക്സ് വെച്ചിരുന്ന ടൂൾസ് ബോക്സ് വെക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്. അതെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം.
അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി bossgaragesnow@gmail.com മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കൺസേണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റും ചെയ്യാം, ഞങ്ങളെ അറിയിക്കുക. സോ see you soon with another video. Thanks for watching Boss Garage. Thank you.